മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിന്നുകുട്ടി. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരു മാന്ത്രിക കഥയുമായാണ് വന്നിരിക്കുന്നത്. എപ്പോഴും മടിപിടിച്ചിരിക്കുന്ന അപ്പൂസിന്റെയും അവന്റെ അടുത്തേക്ക് വന്ന ചില അതിഥികളുടെയും കഥ. അപ്പൊ റെഡിയല്ലേ? വരൂ കൂട്ടുകാരെ, നമുക്ക് കഥയിലേക്ക് പോകാം. മാന്ത്രിക കഥകൾ. അപ്പൂസും മാന്ത്രിക ഷൂസുകളും. ഒരിടത്ത് അപ്പൂസ് എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പൂസ് വലിയൊരു മടിയനായിരുന്നു. സ്കൂളിൽ പോകാൻ മടി, കളിക്കാൻ പോകാൻ മടി, എന്തിന് ഒന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോലും അവന് മടിയായിരുന്നു. അപ്പൂസേ, നീ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ കാലിൽ തുരുമ്പ് പിടിക്കുമല്ലോ, അവന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഒരു ശനിയാഴ്ച വൈകുന്നേരം അപ്പൂസിന്റെ അമ്മാവൻ ഒരു വലിയ പെട്ടിയുമായി വീട്ടിലെത്തി. അപ്പൂസേ, നിനക്ക് ഞാൻ വിദേശത്തു നിന്ന് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മാവൻ പറഞ്ഞു. അവൻ പതിവ് പോലെ ഒരു താല്പര്യവുമില്ലാതെ പെട്ടി വാങ്ങി തന്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തി കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവൻ പതുക്കെ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ തിളങ്ങുന്ന ചുവന്ന നിറത്തിലുള്ള നല്ല കരുത്തുറ്റ സ്പോർട്സ് ഷൂസുകൾ. അപ്പൂസ് അത് കയ്യിലെടുത്തതും ആരോ അടക്കി പിടിച്ചു ചിരിക്കുന്ന ശബ്ദം കേട്ടു. അപ്പൂസ് ചുറ്റും നോക്കി, ആരുമില്ല. അവനാകെ അമ്പരന്നു പോയി. പെട്ടെന്ന് ഒരു ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി. സുഖമാണോ? അപ്പൂസ് ഞെട്ടിത്തെറിച്ചു. അവൻ ഷൂസുകൾ വലിച്ചെറിഞ്ഞു. അയ്യോ, ആരായി സംസാരിക്കുന്നത്? ഷൂസിന്റെ നാവുകൾ പതുക്കെ പുറത്തേക്ക് നീണ്ടു. ഇടത്തെ ഷൂസ് ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാനാണ് നിന്റെ ഇടങ്കാലൻ ഷൂ. എന്റെ പേര് റോക്കി. വലത്തെ ഷൂസ് ഗമയിൽ പറഞ്ഞു, ഞാൻ ടൈഗർ. ഞങ്ങൾ വെറും ഷൂസുകളല്ല, സൂപ്പർ പവർ ഉള്ളവരാണെന്നുള്ള ഓർമ്മ വേണം. റോക്കി, ടൈഗർ, നിങ്ങൾ ശരിക്കും സംസാരിക്കുമോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കുക മാത്രമല്ല, നിന്നെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിക്കാനും ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ നന്മയ്ക്കും നല്ല കാര്യങ്ങൾക്കും മാത്രമേ ഞങ്ങളെ ഉപയോഗിക്കാവൂ. നീ തയ്യാറാണോ? അപ്പൂസ് സന്തോഷത്തോടെ സമ്മതിച്ചു. അന്ന് രാത്രി അയൽവക്കത്തെ മീനുകുട്ടിയുടെ കുഞ്ഞു പൂച്ച മ്യാവു ഒരു വലിയ കുളത്തിൽ വീണുപോയി. മീനു കരയുന്നത് കേട്ട അപ്പൂസ് ഓടിച്ചെന്നു. അപ്പൂസേ, പേടിക്കണ്ട, ചുവട് വെച്ചോ. അവൻ കണ്ണടച്ച് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അത്ഭുതം! അപ്പൂസിന്റെ കാലുകൾ വെള്ളത്തിൽ താഴ്ന്നില്ല. വെള്ളത്തിന് മുകളിലൂടെ ഒരു സിംഹത്തെ പോലെ അവൻ നടന്നു. അവൻ പൂച്ചക്കുട്ടിയെ സുരക്ഷിതമായി എടുത്ത് മീനുകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കണ്ടോ അപ്പൂസേ, മടി പിടിച്ചിരിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കണ്ടില്ലേ?
അന്ന് രാത്രി അപ്പൂസും ഷൂസുകളും വളരെ സന്തോഷത്തിലായിരുന്നു. അവർ മൂവരും സംസാരിച്ചു കൊണ്ടേയിരുന്നു. പിറ്റേന്ന് സ്കൂളിലെ കായിക ദിനമായിരുന്നു. അപ്പൂസ് എപ്പോഴും ഓട്ട മത്സരത്തിൽ അവസാനമേ എത്താറുള്ളൂ. ഇത്തവണ അവൻ ട്രാക്കിൽ നിന്നപ്പോൾ റോക്കിയും ടൈഗറും ആവേശത്തിലായി. അപ്പൂസേ, ഓടിക്കോ, ഒട്ടും വൈകണ്ട. വിസിൽ മുഴങ്ങിയതും അപ്പൂസിന്റെ കാലുകൾക്ക് റോക്കറ്റ് ഘടിപ്പിച്ചതുപോലെ തോന്നി. അവൻ കാറ്റിനേക്കാൾ വേഗത്തിൽ ഓടി ഒന്നാമനായി. സ്കൂളിന്റെ സമ്മാനദാന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ അപ്പൂസിന് വലിയ ട്രോഫി സമ്മാനിച്ചു. മാസങ്ങൾ കടന്നുപോയി. അപ്പൂസ് ഇപ്പോൾ പഴയ മടിയനല്ല. അവൻ വലിയ ഉന്മേഷവാനായി മാറി. ഒരു ദിവസം അപ്പൂസ് ശ്രദ്ധിച്ചു, ഷൂസുകൾ ഇപ്പോൾ മിണ്ടുന്നില്ല. അവ പഴയതുപോലെ സാധാരണ ഷൂസുകളായി മാറിയിരിക്കുന്നു. അപ്പൂസ് വിഷമത്തോടെ ചോദിച്ചു, റോക്കി, ടൈഗർ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ? അപ്പൂസ് കരയാൻ തുടങ്ങി. പെട്ടെന്ന് മുറിക്കുള്ളിൽ മനോഹരമായ ഒരു സുവർണ പ്രകാശം പരന്നു. ആ വെളിച്ചത്തിനിടയിൽ നിന്ന് ചിറകുകളുള്ള ശാന്തമായ മുഖമുള്ള ഒരു നന്മയുടെ ദേവത അപ്പൂസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം കണ്ടപ്പോൾ അപ്പൂസിന്റെ ഉള്ളിലെ പേടി മാറി. ഒരു പ്രത്യേക സമാധാനം തോന്നി. ദേവത അപ്പൂസിന്റെ അടുത്ത് വന്ന് അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അപ്പൂസേ, വിഷമിക്കേണ്ട. നിന്റെ ഈ കൂട്ടുകാർ മൗനത്തിലായത് നിനക്ക് അവരുടെ സഹായം ഇനി ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ ഉള്ളിലെ മടിയെ ഓടിക്കാനാണ് ഞാൻ അവരെ നിന്റെ അടുത്തേക്ക് അയച്ചത്. ഇപ്പോൾ നോക്കൂ, നീ മറ്റുള്ളവരെ സഹായിക്കുന്നു, മത്സരങ്ങളിൽ വിജയിക്കുന്നു, ഉന്മേഷത്തോടെ നടക്കുന്നു. നിന്റെ മാറ്റമാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ ഇനി എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയില്ലേ? മാലാഖ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൂസേ, ഈ ഷൂസുകൾ നിനക്ക് വേഗത തന്നതല്ല, നിന്റെ ഉള്ളിലെ വേഗതയെ നിനക്ക് കാട്ടിത്തന്നതാണ്. നിന്റെ ഈ കാലുകൾക്ക് ഇപ്പോൾ സ്വന്തമായി ഓടാനുള്ള കരുത്തുണ്ട്. സ്വന്തം കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവന് എന്നും വിജയിക്കാൻ കഴിയും. ഈ ഷൂസുകൾ എന്നും നിന്റെ നല്ല മാറ്റത്തിന്റെ ഓർമ്മയ്ക്കായി നിന്റെ കൂടെ ഉണ്ടാകും. ദേവത സാവധാനം ആ വെളിച്ചത്തിൽ മറഞ്ഞു. അപ്പൂസ് തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ ചുവന്ന ഷൂസുകളെ മാറോട് ചേർത്തു പിടിച്ചു. തന്നെ ഒരു മിടുക്കനാക്കി മാറ്റിയ ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദേവതയ്ക്കും അവൻ മനസ്സാലെ നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ മാന്ത്രിക കഥ ഇഷ്ടമായോ? എങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കണേ. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകളും കഥകളും ഈ തേൻകൂട്ടിലുണ്ട്. അതെല്ലാം കാണാനായി മധുരപ്പെട്ടി എന്ന നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.